ഭാവഗായകൻ ഇന്ന് വിടവാങ്ങി. ഇന്ന് ഏകാദശി. ആ ദിവസം ആ ഗായകന് സ്വർഗം പോകാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു ഗുരുവായൂരപ്പ ഭക്തനായതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹത്തിന് മരണത്തെ പോകാൻ സാധിച്ചത്. ആ ആത്മാവിന് എല്ലാ ബാഷ്പാഞ്ജലികളും അർപ്പിക്കുന്നു. ജയേട്ടനെ എനിക്കെന്തോ വളരെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി തൊട്ട് പിന്നെ ആ ഇഷ്ടം വളർന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയ ഒരു ഗാനത്തിന് അന്നത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ഗാനം ഭാവഗായകനായ പി ജയചന്ദ്രൻ തന്നെ പാടിയാൽ വളരെ നന്നായിരിക്കും എനിക്ക് അന്നേ തോന്നിയിരുന്നു. അതായത് ഒരു 78 കാലങ്ങൾ, 76, 77 ആ കാലഘട്ടത്തിൽ ആ ഒരു സ്വപ്നം എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി. 2019 ആ ഗാനം ജേട്ടൻ എനിക്ക് പാടിത്തന്നു. വിധുമുഖി എന്ന എൻ്റെ മ്യൂസിക് ആൽബത്തിന് വേണ്ടി ജയേട്ടൻ വന്ന് പാടിത്തന്നു. അത് എൻ്റെ എന്നെന്നുമുള്ള എൻ്റെ ജീവിതയാത്രയിൽ അത് വലിയൊരു നാഴികക്കല്ല് തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ഏത് പാട്ടുകൾ എടുത്തു നോക്കിയാലും, ഈവൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അക്ഷര സ്ഫുടത, അതിനോട് കാണിക്കുന്ന ഭാവം, അത് വല്ലാത്തൊരു ആകർഷണം തന്നെയാണ്. വല്ലാത്തൊരു ആകർഷണമാണ്. ജയേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ദ വെരി ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് 1975 ഞാൻ ക്രൈസ്റ്റിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ. അന്ന് ഗബ്രിയേൽ അച്ഛനായിരുന്നു അതാണ് ഏറ്റവും രസം. അമല ഹോസ്പിറ്റലിൻ്റെ സ്ഥാപകൻ. അന്ന് ക്രൈസ്റ്റിൻ്റെ ഞങ്ങളുടെ പ്രിൻസിപ്പളുമായിരുന്നു. ആ അമല ആസ്പത്രിയിൽ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ജയേട്ടൻ അന്തരിച്ചത്. അപ്പോൾ ആ 75 ഞാൻ ആദ്യമായിട്ട് ജയേട്ടനെ കാണുന്നത്. അതായത് മൂപ്പര് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഗബ്രിയേൽ അച്ഛൻ്റെ ആ ഒരു നിർബന്ധപ്രകാരം ജയേട്ടൻ്റെ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ഒരു ലൈബ്രറി കെട്ടിടത്തിൻ്റെ ധനശേഖരണാർത്ഥമായിരുന്നു. അങ്ങനെ ജയേട്ടനും വോയിസ് ഓഫ് ട്രിച്ചൂർ ആയിരുന്നു അതിൻ്റെ ഓർക്കസ്ട്ര. നമ്മുടെ ജോൺസൺ ഉണ്ടായിരുന്നു, ഔസേപ്പച്ചനും ഉണ്ടായിരുന്നോളാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഞങ്ങളുടെ കോളേജത്തെ കുറച്ച് നെൽസൺ ഷാ എന്നൊക്കെ പറഞ്ഞ നല്ല കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അന്ന് ജയേട്ടൻ കല്യാണം കഴിച്ച ടൈമാണ്, 1975. അപ്പോൾ ആ ഒരു കാലം പെട്ടെന്ന് ഓർമ്മ വന്നു. പിന്നെ ഞാൻ ജയേട്ടനെ കാണുന്നത് കുറച്ച് ഗാനമേളകളിലൊക്കെ അവിടെയും ഇവിടെയൊക്കെ, പക്ഷേ പിന്നെ കാണുന്നത് എത്രയോ കാലങ്ങൾ 2019 എൻ്റെ ആ ഒരു കാസറ്റിന് പാടാൻ വന്നപ്പോഴാണ്. വളരെ വളരെ സ്നേഹം നിറഞ്ഞ് തുളുമ്പുന്ന കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് അവിടെ കിട്ടി. ആദ്യം പേടിയുണ്ടായിരുന്നു, കുറേ ആൾക്കാർ പേടിച്ചിരുന്നു. മറ്റേ ജയേട്ടനാൾ ചൂടനാണ്, മൂപ്പര് ക്യാമറ അതൊന്നും എടുക്കാൻ സമ്മതിക്കില്ല, വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ മൂപ്പര് ഞാൻ സംസാരിച്ച് ആ സ്റ്റുഡിയോ ഓണറും സംസാരിച്ച്
മൂപ്പര് പാടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡിങ് അതിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ പോയി തന്നെ ഞങ്ങൾക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി, മൂപ്പര് പാട്ടും എല്ലാം. അത് നല്ലൊരു നിമിഷമായിരുന്നു. വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 പാട്ടുകളുടെ കുറച്ച് വരികൾ പാടാം. ശ്രീമാൻ തമ്പി, അർജുനൻ മാഷ് ഒക്കെ ഉള്ള കുറേ പാട്ടുകൾ അർജുനൻ മാഷും ശ്രീമാൻ തമ്പി തന്നെയാണ് അധികവും അദ്ദേഹത്തിന് പാട്ടുകൾ നൽകിയിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായി സ്റ്റേജിൽ പാടിയ പാട്ട് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. അതെന്തോ വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു ആ പാട്ടിനോട്. പിന്നെ അങ്ങനെ ഓരോ പാട്ടുകളും വളരെ വളരെ ലളിതമായിട്ട് തോന്നുമെങ്കിലും ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിങ് ഓൾസോ. ബട്ട് അതിന് കൊടുക്കുന്ന ഭാവം കാരണം നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മറ്റേ സംഗീതത്തിലാണെങ്കിലും ശരി, ദേവരാജ മാഷ്ട സംഗീതത്തിലാണെങ്കിലും ശരി, പിന്നെ ഈവൻ ജയചന്ദ്രൻ്റെ സംഗീതത്തിലും വളരെ നന്നായിട്ടുള്ള പാട്ടുകളാണ് ജയേട്ടൻ പാടിയിരിക്കുന്നത്. അതിൽ എനിക്ക് ഒരു പാട്ട് ഇതാണ്: നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർമല്ലി എന്നുമൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നുമൻ വിരിമാറിൽ പടർന്നുവല്ലോ. തമ്പി സാറിൻ്റെ വരികളും അർജുനൻ മാഷിൻ്റെ സംഗീതവും അത് പാടിയ ജയേട്ടൻ്റെ ഭാവവും CID നസീർ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈവൻ നസീർ സാറിൻ്റെ ലിപ് മൂമെൻറ്റും അസാധ്യമാക്കിയ പാട്ട്. അങ്ങനെ എത്രയോ പാട്ടുകൾ മൂപ്പരുടെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നൊന്ന് ഇതാണ്: ഗാനമേ നിൻ രാഗഭാവം താമരത്തനുവായി ഇതളിട്ടുണരും താളലയങ്ങൾ, ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകിലായി. രഥിയോ രാഘനഥിയോ നീ സുഖ രംഗ സോപാനമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. അങ്ങനെ എത്ര പാട്ടുകൾ. അദ്ദേഹത്തിന് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പണിതീരത്ത വീട്ടിലത്തെ മറ്റേ MS വിശ്വനാഥൻ്റെ സംഗീതത്തിൽ വയലാർ എഴുതിയ സുപ്രഭാതം, അത് ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അവാർഡൊക്കെ കിട്ടിയതും. മൂപ്പര് ആ ടൈമിലാണ് മൂപ്പര് വന്നത്. അതേമാതിരി ഉപാസന, അതൊക്കെ ആ കാലഘട്ടത്തിൽ പാടിയ ജയേട്ടൻ്റെ ഹിറ്റുകൾ തന്നെയായിരുന്നു. അങ്ങനെ എത്ര പാട്ടുകൾ പാടിക്കണം. അങ്ങനെ മൂപ്പര് നമ്മളെ വിട്ടുപിരിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് വിട്ടുപിരിക്കുന്നു. ഇനിയിപ്പോൾ നാളെയാണ് മൂപ്പര് ഈ മണ്ണിനോട് ചേരാൻ പോണത്. പക്ഷേ സ്റ്റിൽ മൂപ്പരെ പാട്ടുകൾ എന്നും അതേമാതിരി പുഷ്പാഞ്ജലിയിലത്തൊക്കെ എത്ര ഭക്തിഗാനങ്ങൾ, അതൊക്കെ വളരെ നല്ല പാട്ടുകളായിരുന്നില്ലേ. അങ്ങനെ ആ പാട്ടുകൾ എന്നെന്നും നമ്മുടെ കാതുകളിൽ കേൾക്കും. അത് കാരണം അദ്ദേഹത്തിന് മരണമില്ല. ആത്മാവിന് നിത്യശാന്തി നേരുന്നു.